പോളണ്ടിലെ ഓഷ്വിറ്റ്സിലുള്ള ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് കണ്ടിട്ട് ഇറങ്ങിയതാണ് ഞാൻ. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, നടക്കണം, വേറെ വഴിയില്ല. ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നുമില്ല. 2.5 കിലോമീറ്റർ നടന്നാലേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുള്ളൂ. ഇന്ന് നമുക്ക് വാർസോ പോകേണ്ടതാണ്. പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, നോക്കണം. 1-2 വണ്ടികൾ കൈ കാണിച്ച് നോക്കി, ആരും നിർത്തുന്നില്ല. ആ ട്രെയിന് പോകുന്നതാണ്. എന്ത് രസമല്ല കാണാൻ. ഹായ്, നല്ല ക്യൂട്ട് കുഞ്ഞു ട്രെയിൻ. പുറത്ത് കട്ട തണുപ്പ്, കഴുത്തും ചെവിയും മൂടണം. എന്നാൽ നടന്ന് ഓടി വന്നുകൊണ്ട് ഞാനവിടെ വേർത്ത്. അപ്പോൾ ജാക്കറ്റ് ഒന്ന് ഊരി. എന്താ അവസ്ഥയാ എൻ്റെ അമ്മോ. അങ്ങനെ ഞാൻ എത്തിയിട്ടോ. എനിക്ക് ട്രെയിൻ കിട്ടും. അങ്ങനെ നമ്മളിവിടെ, ഇത് ഓസ്ട്രീച്ചിയം എന്ന് പറഞ്ഞ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ട്രെയിൻ സ്റ്റേഷനിലാണ് നമ്മൾ ആക്ച്വലി വന്ന് ഇറങ്ങേണ്ടത്. ഈ മറ്റേ ഓസ്ട്രീച്ച് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ. നല്ലൊരു മോഡേൺ നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റേഷൻ. വേറെ ആൾ വന്ന് അകത്തിരിപ്പുണ്ട്. നീ എന്തേലും കണ്ടാ? എന്തുണ്ട്? എന്താ മുടിയുടെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതായത് അവിടെ വീഡിയോ എടുക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര ഒരു എന്താ പറയുക, മുടി എന്ന് പറയുന്നത് അത് നമുക്കത് സഹിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അവിടെ വീഡിയോ എടുക്കുന്നതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എടുത്തില്ല. അങ്ങനെ 1-2 സ്ഥലങ്ങളിലാണ് വീഡിയോ എടുക്കരുതെന്ന് എഴുതി വെച്ചിരുന്നത്. ഒന്നും പറയണ്ട, അങ്ങനത്തെ വീഡിയോ വേറെ ഇതായിരുന്നു. ഇതിന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവൻ ഗൈഡ് ഇല്ലാതെ സെൽഫായിട്ടാണ് പോയത്. നീ ഏതെങ്കിലും ഗൈഡിന്റെ കൂട്ടത്തില് അതിന്റെ അവർ അതാണ് സംഭവം. ഫ്രീ ആയിട്ട് ഗൈഡ് ടൂർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറി നമുക്ക് എവിടെ പോകണം? ക്രാക്കോവ് പോകണം. ആദ്യം ക്രാക്കോവ് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ബാഗ് എടുക്കണം. എന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ വാർസോയിലേക്ക്. അങ്ങനെ ക്രാക്കോവ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് റൂമിൽ പോയിട്ട് ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിനി വാർസോയിലേക്ക് പോകണം. അത് ഇവിടെ നിന്നൊരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അതിനിടയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് വരണം. ബാഗ് എടുത്തു. ഇനിയിപ്പോൾ വാർസോയിലേക്ക് 2.5 മണിക്കൂർ വീണ്ടും ട്രെയിനും. ഓ, ഇവിടെ കിടപ്പുണ്ട് ട്രെയിൻ ഓൾറെഡി. ഓക്കെ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ ഇതാണ് നമുക്ക് വാർസോയിലേക്ക് പോകേണ്ട ട്രെയിൻ. IC3100. നല്ല അടിപൊളി ട്രെയിനാട്ടോ. ഇത് ഇവരുടെ ട്രെയിനാണ്, അതായത് പോളണ്ടുകാരുടെ ട്രെയിനാണ്. ഇവിടെ ഇത് കണ്ടില്ല, ഇവിടെ നമുക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. റിസർവേഷൻ ഉണ്ടെങ്കിൽ അവിടെ റിസർവേഷൻ ഉണ്ടാവും. ഏത് സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുള്ളത്. ആ സീറ്റിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പം എന്തായാലും ഇത് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരിക്കും. ടേബിൾ സീറ്റാണ്, അടിപൊളിയാണ്, കൊള്ളാമല്ലേ? എവിടത്തെ വാർസോ എത്തി. 2-3 സ്റ്റേഷൻസ് ഉണ്ട് വാർസോയിൽ. അടുത്ത സ്റ്റേഷൻ നമ്മൾ ഇറങ്ങും. അപ്പോൾ നമ്മൾ രാത്രി 11 മണിയായിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ എത്തി. എവിടെയാണ്? വാർസോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ വാർസോ എന്ന് പറയുന്ന സ്ഥലത്തിന് വാർസോ എന്ന് പറഞ്ഞ പേരിട്ട് എന്താ നിങ്ങൾക്കറിയോ? നിനക്കറിയോ? നിങ്ങൾക്ക് പോലും അറിയത്തില്ലല്ലേ? നിങ്ങൾക്കറിയോ? നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ ഗൂഗിളിൽ തപ്പട്ടെ എന്തുകൊണ്ടാണ് വാർസോ എന്ന് പറഞ്ഞ പേര് ഇട്ടിട്ട്. എന്നിട്ട് ഞാൻ നാളെ പറയാം. ആ ബിൽഡിംഗ് ഉണ്ടോ വാർസോലെ? എൻ്റെ ദൈവം, ഇത് ലുക്കല്ലേ രാത്രി ആ ബിൽഡിംഗ് കാണാനായിട്ട്. നൈറ്റിൽ രാത്രി 11 ആയപ്പോഴത്തേക്കും എല്ലാം അടച്ചിട്ട് വീട്ടിൽ പോയി നിന്നു കേട്ടോ. ആരെയും കാണാനില്ല. പുതിയ റെയിൽവേ സ്റ്റേഷൻ, പുതിയ കെട്ടിടങ്ങൾ. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, നമ്മൾ ഗൾഫിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എത്തിയാണോ എന്നൊക്കെ തോന്നിപ്പോവും. എന്തുകൊണ്ടാണെന്നറിയോ? ദാറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ വേൾഡ് വാർ 2 സമയത്ത് ഏറ്റവും കൂടുതൽ ബോംബുകൾ വീണ് തകർക്കപ്പെട്ട ഒരു നഗരമാണ് വാർസോ എന്ന് പറയുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 500 മീറ്റേഴ്സ് നടന്ന് നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ മോർണിംഗ്. ശരിക്കും എന്താ പറയുക, ഇന്നലെ രാത്രി ലേറ്റ് ആയി വന്നപ്പോഴത്തേനും കിടന്ന് ഉറങ്ങി വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വാർസോ നഗരം കാണാൻ പോവാണ്. അതായത് നിങ്ങൾ ഇതുവരെ കണ്ട ഒരു യൂറോപ്പ് അല്ല വാർസോ എന്ന് പറയുന്നത്. അത് ഞാൻ കാണിച്ചു തരാം പുറത്തിറങ്ങിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് യൂറോപ്പിൽ കാണുന്ന പോലെയുള്ള ഒരു പഴയ ബിൽഡിങ്ങുകളും കാണാൻ സാധിക്കത്തില്ല. ഈവൻ ഇവിടുത്തെ ഓൾഡ് ടൗൺ എന്ന് പറയുന്ന ഹെറിറ്റേജ് ടൗൺ പോലും പുതിയതാണ്. അതായത് വേൾഡ് വാർ 2 ശേഷം നിർമ്മിച്ചെടുത്ത, കംപ്ലീറ്റ്ലി കൺസ്ട്രക്ട് ചെയ്തെടുത്ത സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അതായത് യൂറോപ്പിലെ ഒരു മോഡേൺ സിറ്റി അല്ലെങ്കിൽ യൂറോപ്പിലെ ഒരു അത്യാധുനിക നഗരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ശ്രീനിവാസൻ്റെ പോളണ്ടിൻ്റെ ക്യാപിറ്റലായ വാർസോയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതായിരുന്നു നമ്മൾ താമസിച്ച ഹോട്ടൽ. ഇത് നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഇവിടെ ഇന്നാണെങ്കിലും നല്ല ബെസ്റ്റ് കാലാവസ്ഥയാണ്. മൊത്തത്തിൽ മൂടി നിൽക്കുകയാണ്. എൻ്റെ പൊന്നോ, തണുപ്പുണ്ട്. ഒരു 3, 4, 5 റേഞ്ചിൽ തന്നെ തണുപ്പുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ
രാവിലെ ഓൾഡ് ടൗണിൽ പോകാം. ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ പുതിയ ഓൾഡ് ടൗൺ, അതാണ് പുതിയ ഓൾഡ് ടൗൺ. പോളണ്ടിലെ മെഴ്സിഡസ് ബെൻസിൻ്റെ ബസ് 1, 2, 3 ട്രാം ഒരുമിച്ച് വാലേ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ട്രാം വന്ന് നിന്നപ്പോഴത്തേക്കിനും ഇതിൻ്റെ പുറകെ നോക്കിക്കോണേ, ഇത് 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകിലോട്ട് എത്ര ട്രാമാന്ന് ക്യൂ നിൽക്കുന്ന നോക്കി കേട്ടോ. എൻ്റെ ദൈവമേ, അയ്യോടാ, ഇത്രയും ട്രാമുകളാണ്. ഒരു ട്രാം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും കംപ്ലീറ്റ് ട്രാമുകളെല്ലാം കൂടെ ഫുൾ ബ്ലോക്കായി. ഈ ട്രാമിൽ വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഇപ്പോൾ അടിപൊളി. അയ്യോ പോലെ നിർത്തണം, ഇവിടെ നമ്മളാള് കയറിയില്ല. പക്ഷെ എന്നാലും എന്തോരം ട്രാമുകളെല്ലാം കൂടെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്ന് കൂടി നിന്ന്. അതാണ് സംഭവം. ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. ഈ ഒരു മെഷീനകത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് കോൺടാക്ട്ലെസ് ആയിട്ട് നമുക്കിതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതേപോലൊരു ടിക്കറ്റ് കിട്ടും. ഫുള്ള് വൈബ് പോലെ, എന്ത് നല്ല സിറ്റിയാണെന്ന് നോക്കി, എന്ത് കിട്ടില്ല സെറ്റപ്പാന്ന് നോക്കി. ശരിക്കും ഉണ്ടല്ലോ, നല്ലൊരു സണ്ണി ഡേ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടോ, എൻ്റെ അമ്മ, ഇത് സാംസങ്ങിൻ്റെ കെട്ടിടം. നിങ്ങൾക്ക് വേറെ കാര്യം അറിയുമോ, യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും വലിയ കെട്ടിടമുള്ളത്, ഏറ്റവും ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ ഉള്ളത് ഇവിടെയാണ്, വാർസോയിലാണ്, പോളണ്ടിലാണ്. ഇവിടെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ ആണല്ലോ സത്യം പറഞ്ഞാൽ ഹിറ്റ്ലറുടെ നാസി പടയെ വന്ന് തുരത്തി ഇവരെയൊക്കെ രക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാലിൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പോളണ്ടിനെ. അപ്പോൾ സ്റ്റാലിൻ്റെ സംഭാവനയായിട്ട് ഇവിടെ ഒരു കെട്ടിടമുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി വരുന്ന വഴിക്ക് ഒരു യുണീക്ക് ഷേപ്പിലുള്ളൊരു കെട്ടിടം നമ്മൾ കണ്ടില്ലേ, അതൊരു കമ്മ്യൂണിസ്റ്റ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ലുക്കുള്ളൊരു ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. അതിവിടുത്തെ വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് ആക്ച്വലി സ്റ്റാലിൻ്റെ സംഭാവനയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഇവിടെ ഈ ഒരു പോളണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് വാർസോ നഗരത്തിൽ. ഈ കാണുന്നത് വാർസോ ട്രേഡ് ടവർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ്. യൂറോപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെയിൻ സംഭവം എന്താണെന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം വളരെ കൺവീനിയൻ്റ് ആണ്. ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ട്രാം ആണെങ്കിലും, ലൈക്ക് ഇവിടെ നമ്മൾ ഈ ചൈനയിലും ഇന്ത്യയിലും ബാക്കിയുള്ള നഗരങ്ങളിലൊക്കെ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് നമുക്ക് എവിടെയെങ്കിലും യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർ കുറവാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളതുകൊണ്ട്, പിന്നെ നല്ല റോഡുകളൊക്കെ ഉള്ളതുകൊണ്ടും വലിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും നമുക്ക് എവിടെ കിട്ടില്ല. നമ്മുടെ പഴയ സോവിയറ്റ് യൂണിയനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കാണിക്കുന്ന ഒരു കെട്ടിടം കണ്ടോ നോക്കി. ഇത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ രാജ്യങ്ങളിലൊക്കെ പണ്ട് നമുക്ക് ഇതുപോലെയുള്ള ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നമ്മളത് യുഗോസ്ലാവിയയിലും കുറച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ ഞാനിത് കണ്ടു. ഇത് പഴയ കെട്ടിടമൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ പുതിയതാണ് ഈ കാണുന്നതെല്ലാം. നമ്മളങ്ങനെ ആ ഒരു ഓൾഡ് ടൗണിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഓൾഡ് ടൗൺ എന്ന് പറയുന്ന ആ ഒരു പുതിയ ടൗണിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റോയൽ കാസിൽ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ കാസിൽ, നമ്മൾ പല സ്ഥലങ്ങളിലും കാസിൽസ് കണ്ടില്ലേ, ഈ കാസിലൊക്കെ തകർന്നു പോയ കാസിൽ രണ്ടാമത് വീണ്ടും റീബിൽഡ് ചെയ്തെടുത്ത സംഭവങ്ങളാണ്. കുറേ നേരമായിട്ട് ഫയർ എഞ്ചിനും പോലീസും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. നമുക്ക് പോലീസാണോ അത്? പോലീസാണെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടാമത് വേൾഡ് വാർ 2 ശേഷം നിർമ്മിച്ചെടുത്ത ആ ഒരു കാസിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് വേണ്ടി ഈ കാണുന്ന ടണലിനകത്തൂടെയാണ് നമ്മൾ വന്നത്. ആ ടണലിൻ്റെ മേളിൽ കൂടെ എനിക്ക് തോന്നുന്നു വാക്കിംഗ് സ്ട്രീറ്റോ അങ്ങനത്തെ എന്തോ പരിപാടികളൊക്കെ ആണെന്ന് തോന്നുന്നു. ഈ പോളണ്ടിൻ്റെ ചരിത്രം പറയാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശരിക്കും കുറേ ഉണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചരിത്രങ്ങളാണ്. അതായത് പണ്ട് മുതലേ കുറേ ആൾക്കാർ ഇങ്ങനെ മാറി മാറി വന്ന് ഭരിച്ച് മാറിയൊരു സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിറ്റ്ലറിൻ്റെ ആൾക്കാർ വന്ന് പോളണ്ടിനെ ശരിക്കും ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ച് കളഞ്ഞൊരവസ്ഥ വന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ വന്നിട്ട് സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് ശരിക്കും ഈ ഒരു പോളണ്ടിനെ ഇന്ന് കാണുന്ന പോളണ്ടാക്കി മാറ്റാനായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും സോവിയറ്റ് യൂണിയൻ്റെ ഫണ്ടും, റഷ്യൻ ഫണ്ടെന്നാണ് ഇവർ പറയുന്നത്, മോസ്കോ ഫണ്ടെന്നാണ് പറയുന്നത്, അതൊക്കെ വളരെയധികം സഹായിച്ച ഒരു സംഭവമാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാറായോ? അതോ ഇവിടെ സിഗ്നൽ ഒന്നുമില്ല, നമുക്ക് ക്രോസ് ചെയ്യാൻ തോന്നുന്നല്ലേ? ഓക്കെ, ഇവിടെ സിഗ്നൽ ഇല്ലാത്ത സിബ്ര ക്രോസാണ്, അതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാം സിമ്പിളായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ ചരിത്രം ശരിക്കും പോളണ്ടിന് പറയാനുണ്ട്. ശരിക്കും ഒരു പുതിയ പഴയ ടൗൺ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർസോ വന്നാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. ഇവിടുത്തെ സെറ്റപ്പുകളെല്ലാം അങ്ങനെയാണ്. ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി വന്നു. എന്താ സംഭവം എന്ന് മേളിൽ പോയി നോക്കാം, അങ്ങനെ അറിയാം. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന എസ്കലേറ്റർ അല്ലേ, ഇവിടെ അത് കണ്ടോ ആ സംഭവം? അത് നമ്മുടെ എലിവേറ്റർ അല്ലേ, നമ്മുടെ ലിഫ്റ്റ്, ആ ലിഫ്റ്റാണ് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു ലിഫ്റ്റ് പോകുന്നത് കണ്ടോ അതിനകത്ത് ഇപ്പോൾ വീൽ ചെയറും പ്രാമും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ലിഫ്റ്റ് ഇത്തരത്തിൽ അതിൽ കയറി
നമുക്ക് ഈ മറ്റേ നമ്മുടെ ഫ്യൂണിക്കുലർ റെയിൽവേ ഇല്ലേ, അത് വരുന്ന പോലെ ഇങ്ങനെ വരും കണ്ടോ. അത് ഭയങ്കര സംഭവം കേട്ടോ. ഇത് എങ്ങോട്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഷോപ്പിംഗ് മോളൊന്നുമില്ല, നമ്മൾ താഴെ നിന്ന് മേളിലോട്ട് കയറി ആ സ്ക്വയറിലേക്ക് വരാനുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് കണ്ടോ. നമ്മളങ്ങനെ കയറി ഇപ്പുറത്തേക്ക് ആ ഒരു ഓൾഡ് ടൗൺ ഏരിയയിൽ വന്നു. വിജനമാണല്ലോ നഗരമൊക്കെ, ഒരു ഭംഗിയില്ല നഗരമൊന്നും കാണാനായിട്ട് സത്യം പറഞ്ഞാൽ. ബാക്കിയുള്ള സ്ഥലമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഇത് ഒട്ടും വൈബില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ കണ്ടോ, ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ ആ ഒരു സംഭവം അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ഈ കോട്ട മതിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ബോംബിട്ട് തകർത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ഒരു ആ ഒരു രീതിയിൽ സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്, റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. കണ്ടില്ലേ, ആ ഒരു പഴയ ഒരു കോട്ട പോലെ തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈവൻ ഈ കാണുന്ന കെട്ടിടങ്ങളാണെങ്കിൽ പോലും എല്ലാം പഴയ കെട്ടിടങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പഴയ കെട്ടിടങ്ങളൊക്കെ പോലെ ആ ഒരു ഡിസൈനിൽ ഇരിക്കുന്ന പുതിയ കെട്ടിടങ്ങളാണെന്ന് വേണേൽ പറയാം. അതായത് പണ്ട് കാലത്ത് എങ്ങനെയാണോ വാർസോ ഉണ്ടായിരുന്നത് അതിലും മികച്ച രീതിയിൽ ഇവരെ പരമാവധി പുതിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒട്ടേറെ വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ പോലെ തോന്നില്ലേ. സാധാരണ നമ്മൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും 150, 200, 300, UK, ബ്രിട്ടനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും 200, 300 വർഷങ്ങളുള്ള ഇതേപോലെ പഴക്കമുള്ള കെട്ടിടങ്ങൾ കാണാം. പക്ഷേ ഇതിൻ്റെയൊക്കെ പരമാവധി ഒരു പ്രായം എന്ന് പറയുന്നത് 60, 50, 60 വർഷമുള്ളൂ. കാരണം എല്ലാവരും 1950 ശേഷം നിർമ്മിച്ചാണ് ഇവിടെ. ഈ കാണുന്ന പാലസിൽ നിങ്ങൾക്ക് കാസിലിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അതിനകത്ത് ബുധനാഴ്ച ദിവസങ്ങളിൽ ഫ്രീ എൻട്രി ഉണ്ട്, അല്ലാത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് എടുക്കണം. പാലസിൻ്റെ മുമ്പിൽ ഇത് കണ്ടോ, പണ്ടത്തെ യുദ്ധത്തിൻ്റെ ഒരു സാമഗ്രി പോലത്തെ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടില്ലേ. ഇത് പാലസിൽ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് കണ്ടില്ലേ. രാത്രി ആകുമ്പോഴത്തേക്കിനും കംപ്ലീറ്റ് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു കാസിലിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ധാരാളം മ്യൂസിയം അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ ആർട്ട് വർക്കുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഗ്രൂപ്പായിട്ട് വരുന്ന ധാരാളം ആൾക്കാർ, ഗ്രൂപ്പ് ടൂറിനൊക്കെ വരുന്ന ആൾക്കാർ, ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാം. ശരിക്കും നമ്മൾ ആ ഒരു പ്രാഗിൽ കണ്ട ആ ഒരു ക്യാസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ 7 എഴുത്ത് വരില്ലല്ലേ ഇത്. പ്രാഗ് ക്യാസിൽ ഒരു രക്ഷയില്ലായിരുന്നു, അത് ടോപ്പ് ലിറ്റായിരുന്നു. ഇവരുടെ ഭാഷയിൽ വാർസ്വാവ എന്നാണ് ഇവർ എഴുതുന്നത്. ഈ പോളിഷ് ഭാഷയിൽ വാർസ്വാവ എന്നാണ് പറയുന്നത്. വാർസോ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. എല്ലാ നാട്ടിലും ഇപ്പോൾ നമ്മൾ ഡൽഹി എന്ന് പറയത്തില്ല, അതേപോലെ ഈ വാർസോ എന്ന് പറഞ്ഞ പേര് കിട്ടാൻ കാരണം എന്ന് പറയുന്നത് പണ്ട് വാർസ് എന്ന് പറഞ്ഞ പേരുള്ള ഏതൊരു ഇവിടെ വന്നിട്ട് സ്വാവ എന്ന് പറഞ്ഞ പേരുള്ള ആരെയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു സ്റ്റുപ്പിഡ് സ്റ്റോറിയാണ് ഞാൻ ഇൻ്റർനെറ്റിൽ തപ്പിയപ്പോൾ കിട്ടിയത്. പക്ഷേ ശരിക്കും വേണമെങ്കിൽ നല്ലൊരു വാറ് കണ്ട രാജ്യം എന്ന് വേണമെങ്കിൽ വാർസോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപമിച്ചെടുക്കാം അത്തരത്തിൽ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ഏതോ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെ ആയിട്ട് ടൂറ് വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുന്ന കാണാം. അതിന് മാത്രമേ ഉള്ളൂ. ലൈക്ക് അങ്ങനെ വലിയ ടൂറിസ്റ്റുകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും നമുക്ക് കാണാനില്ല. പിന്നെ ഇവിടെ കുറേ കബാബ് കിട്ടും കേട്ടോ, കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കബാബ്സ് എന്നും പറഞ്ഞുകൊണ്ട്, പോളിഷ് കബാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ കിട്ടും. അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ പലതരത്തിലുള്ള കടകൾ കാണാം. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എല്ലായിടത്തും പോകുമ്പോൾ കാണുന്ന പോലെയുള്ള കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഇതെന്തോ ഒരു ഫേമസ് ഷോപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര ക്യൂ, ആൾക്കാർ ഡോണറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഡോണറ്റ് പോലത്തെ സാധനം കണ്ടോ, അടിപൊളി മോനെ, നോക്കി നല്ല കിട്ടിലെ സാധനം. ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാ. എനിക്കൊന്ന് ഇവിടുത്തെ എന്തൊരു ഫേമസ് ഐറ്റം ആണെന്ന് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇവിടെ എന്താ ചെറി ബ്ലോസം ഉണ്ടായിരിക്കുകയാണോ എന്ന്. ഇവിടെ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ്. പിന്നെ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം പലതവണ പല സ്ഥലത്തേക്ക് മാറ്റിക്കളിച്ച മറ്റൊരു രാജ്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോളണ്ടിൻ്റെ തലസ്ഥാനം പല കാരണങ്ങളാൽ പല സ്ഥലത്തുനിന്ന് പല രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നീസ്നോ, ക്രാക്കോ, നമ്മൾ നേരത്തെ പോയ ക്രാക്കോ, പിന്നെ പ്ലോക്ക്, പോസ്നാൻ, ലുബ്ലിൻ എന്നീ നഗരങ്ങളിൽ നിന്നും അവസാനം ഇപ്പം ഈ വാർസോ ആണ് ഇപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ. അതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള എന്താ പറയുക അബ്സോർപ്ഷൻസും അബോളിഷൻസും അങ്ങനെയുള്ള സംഭവങ്ങളും അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. പണ്ട് മുതൽ ഇങ്ങനെ ഭരണസിരാകേന്ദ്രം ഇങ്ങനെ മാറി മാറി വന്നൊരു കഥ പോളണ്ടിനുണ്ട്. ഈ കാണുന്നത് പോളണ്ടിൻ്റെ ഫ്ലാഗും പിന്നെ ആ കാണുന്നത് ഇവരുടെ ഒരു നാഷണൽ സിമ്പലാണ്, ഒരു മെർമെയ്ഡാണത്. അതാണ് ഇവരുടെ നാഷണൽ സിമ്പൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇരിപ്പിടങ്ങളിൽ വരെ ഓരോരോ കഥകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഓരോരോ മാപ്പ്, ഈ റോഡിൻ്റെ മാപ്പും പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും. അതിൽ തന്നെ QR കോഡുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നീ എന്ത് ചെയ്തു? ഓക്കെ, സോ ഇഫ് യു പ്രസ് ഇറ്റ് വിൽ പ്ലേ. അതായിരുന്നല്ലേ സംഭവം. ഓക്കെ, അത് ശരി. ഇതിനകത്തെ
ഇതിൻ്റെ അടിയിൽ എന്തോ ഇൻസ്ട്രുമെന്റ് ഇവിടെ എന്തോ സാധനം ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇവിടെ ഇരിക്കുകയായിരുന്നു, അന്നേരം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് പ്ലേ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഒന്നൂടെ ഇത് ബെഞ്ച് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ കുറച്ച് നേരം നടന്നതല്ലേ, അപ്പോൾ ഞാൻ കമൻസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം പാട്ട് കേട്ട് വൈബ്രേറ്റ് ചെയ്ത് അതിൻ്റെ വെളിയിരിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ പ്രസിഡന്റിന്റെ വീടാണ്, അതായത് പോളണ്ടിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പിലായിട്ട് നമുക്ക് ജോസഫ് പൊണിയാത്തോവ്സ്കി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പ്രിൻസിന്റെ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സ്റ്റാച്യു കാണാം. 1813 മരണപ്പെട്ട ഒരു പ്രിൻസാണ് അദ്ദേഹം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷേ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അതിന് മുമ്പിൽ നമുക്ക് കുറേ മീഡിയയുടെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പോളണ്ടിൻ്റെ പ്രസിഡന്റിൻ്റെ മന്ദിരം അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഹോട്ടൽ ബ്രിസ്റ്റോൾ എന്നും പറഞ്ഞൊരു ഹോട്ടലും കാണാം. ആ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ്. ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചർ എന്നും പറഞ്ഞുകൊണ്ട് കാണുന്നതൊക്കെ ഇവിടെയുള്ള മിക്ക കെട്ടിടങ്ങളും ഗവൺമെൻറ് ഓരോ മിനിസ്ട്രീസ് ബിൽഡിങ്ങുകളാണ്. നമുക്ക് ഇനി ബസ്സിൽ കയറി നമുക്ക് തിരിച്ച് ഹോട്ടലിൽ പോകാം. എനിക്ക് പോളണ്ടിലെ വാർസോ നഗരം കണ്ട് മടുത്തു ഗൈസ്. ഇവിടെ വേറെ പ്രത്യേകിച്ച് എന്നുവെച്ചാൽ അങ്ങനെയല്ല, എനിക്കൊരു വൈബ് കിട്ടുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ആ ഒരു പാലസ് കാണാൻ പോവാണ്. ആ കാണുന്ന പാലസ് എന്ന് പറയുന്നത് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാലിൻ ഉണ്ടാക്കിയ പാലസ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസ് എന്ന ആ ഒരു പോളണ്ടിൻ്റെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ഇതുപോലെയുള്ളൊരു സംഭവം. ഇവിടെ ആക്ച്വലി ഇവിടെയൊക്കെ സ്നോ വീണ് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പം എക്സ്ട്രീം വിൻ്ററിൽ നല്ല സ്നോ ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇതിനപ്പുറത്ത് ഇപ്പോൾ ഒരു പുതിയൊരു പാലസ് കാണാൻ, പുതിയൊരു ഷോപ്പിംഗ് മോളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാം. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു കെട്ടിടം ഉണ്ടല്ലോ, ഈ കെട്ടിടത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഇത് ദൂരെ നിന്ന് കാണുമ്പോഴേട്ടോ ഭംഗി, അടുത്ത് വന്നപ്പോഴത്തേക്കിന് ഒരു സാധാരണ ഒരു കെട്ടിടം. പക്ഷേ ഇത് രാത്രിയിൽ കാണുമ്പോൾ അത് വേറെ ലെവലാണ്. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണുമ്പോഴേ ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇതിന് 237 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. 1955 ഈ കെട്ടിടം ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 55 ഈ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹൈറ്റുള്ള 8th ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു ഈ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പിന്നീടാണ് 2000 കാലഘട്ടത്തിലാണ് പിന്നെ ഇതിൻ്റെ മേളിൽ ക്ലോക്ക് ടവറും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് എന്താ പറയുക ബ്രോഡ്കാസ്റ്റിംഗ് സിഗ്നലിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെച്ചത് പിന്നീടാണ്. ശരിക്കും സ്റ്റാലിനിസ്റ്റ് ആർക്കിടെക്റ്റ് എന്നും പറഞ്ഞ ഒരു ആർക്കിടെക്റ്റാണ്, ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം. അതായത് ജോസഫ് സ്റ്റാലിൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കാണ് സ്റ്റാലിനിസ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റാലിനിസ്റ്റ് ആർക്കിടെക്ചറിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. 42 നിലകളാണ് ഈ കെട്ടിടത്തിലുള്ളത്. അന്ന് ശരിക്കും ഇപ്പം നമുക്ക് വേൾഡ് വാർ 2 ശേഷം സോവിയറ്റ് യൂണിയൻ ഇവിടെ ധാരാളം കോൺട്രിബ്യൂഷൻസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പോളിഷ് ആളുകൾക്ക് സോവിയറ്റ് യൂണിയൻ്റെ ഒരു സമ്മാനം എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഇത് നിർമ്മിച്ചത്. ഏകദേശം 3 വർഷത്തോളം കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം ഏകദേശം 3500-4000 വരുന്ന തൊഴിലാളികൾ ദിനം പ്രതി പണിയെടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അത് തന്നെ ഭൂരിഭാഗവും 95% ഓഫ് തൊഴിലാളികൾ സോവിയറ്റ് തൊഴിലാളികളായിരുന്നു, സോവിയറ്റിൽ നിന്ന് വന്ന തൊഴിലാളികളായിരുന്നു. ഇവിടുത്തെ ആൾ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു റഷ്യനായിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിൻസ് പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസ് എന്നാണ്. അതിനുശേഷം എന്താ പറയുക, സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തോടുകൂടി ഡീസ്റ്റാലിനൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് നമ്മൾ പല സ്ഥലത്തും കണ്ടാണ് സ്റ്റാലിൻ്റെയും അതേപോലെ തന്നെ ലെനിൻ്റെയും അങ്ങനെയുള്ള പല ആളുകളുടെയും പ്രതിമകളെടുത്ത് മാറ്റിയത് നമ്മൾ സെൻട്രൽ ഏഷ്യയിൽ പല രാജ്യങ്ങളിൽ നമ്മൾ എന്താ പറയുക ട്രാവൽ ചെയ്തപ്പോൾ കണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരെഴുതി വെച്ചിരുന്ന ഫലകങ്ങളും പിന്നെ ബിൽഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുകയുണ്ടായി. പിന്നീട് ഇപ്പോൾ ഇത് ജസ്റ്റ് സാധാരണ അദ്ദേഹത്തിൻ്റെ പേരില്ലാതെയാണ് ഇത് ആക്ച്വലി ഈ ബിൽഡിങ്ങിൻ്റെ പേര് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് ശരിക്കും ഒരു കൺവെൻഷൻ സെൻറ്റേഴ്സും പിന്നെ തിയേറ്റേഴ്സും ബാലെ നടക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്.
ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നൊരു 10-15 പേര് ആത്മഹത്യ ചെയ്യാൻ വരെ ഇത് ഉപയോഗിച്ചു. പിന്നീടാണ് ആത്മഹത്യ ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചത്. ഇപ്പം നിലവിൽ ഇതിനകത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്, പിന്നെ കുറേ ഓഫീസുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്, പിന്നെ തിയേറ്റേഴ്സ് ഉണ്ട്, സിനിമാ തിയേറ്ററുകളുണ്ട്, മൾട്ടിപ്ലക്സുകളുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഈ ഒരു ബിൽഡിങ്ങിനകത്തുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിൻ്റെ മേളിൽ കയറി കാഴ്ച കാണാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ അത് ഭയങ്കര ഒരു ത്രില്ലിങ് കാഴ്ചയായിരിക്കും. എന്തായാലും ഈ ഒരു കെട്ടിടം ഈ ഒരു പോളണ്ടിലെ വാർസോ നഗരത്തിൻ്റെ ഒരു ഐക്കണായിട്ട് നിൽക്കുന്നു. ദൂരെ എവിടെ നിന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കെട്ടിടം. അന്നത്തെ സ്റ്റാലിൻ്റെ സംഭാവനയാണ്. എന്ത് വണ്ടിയാണ് ഇത്? നല്ല അടിപൊളി വിൻറ്റേജ് ബസ്. നോക്കിയേ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നിങ്ങൾ മറ്റേ ഇത് കണ്ടിട്ടുണ്ടോ? അതായത് ചെർണോബിൽ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? നെറ്റ്ഫ്ലിക്സിലുണ്ട്. അതിനകത്ത് ചെർണോബിൽ ദുരന്തം നടന്ന സമയത്ത് അവർ ആ ഫാമിലിയായിട്ട് അവിടെ നിന്ന് ആളുകൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മൈഗ്രേറ്റ്, മറ്റേ ചെർണോബിൽ നിന്ന് അവരെ മെയിൻ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു വണ്ടിയിലാണ് അവരിരുന്ന് യാത്ര ചെയ്യുന്നത്. എനിക്ക് അതാണ് ഇപ്പോൾ ഓർമ്മ പോകുന്നത്. ഇവിടെ കുറച്ച് വിൻറ്റേജ് വണ്ടികൾ കിടപ്പുണ്ടല്ലോ, കുറേ പഴയ വണ്ടികൾ കിടപ്പുണ്ടല്ലോ. പക്ഷേ ഈ ബസ് കിട്ടുമോട്ടോ, എന്ത് ക്വാളിറ്റി! ഇത് ബാക്ക് കണ്ടാലും ഫ്രണ്ട് പോലെ ഉണ്ടല്ലോ, ഫ്രണ്ട് കണ്ടാലും ബാക്ക് പോലെ ഉണ്ട്, ബാക്ക് കണ്ടാലും ഫ്രണ്ട് പോലെ ഉണ്ട്. ലൈക്ക് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കിൽ ഇത് ഇങ്ങനൊരു സംഭവം കണ്ടല്ലേ, ഇത് മേ ബി വിൻറ്റേജ് നമ്പർ പ്ലേറ്റ് ആയിരിക്കും, അതായത് വിൻറ്റേജ് വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ള പഴയ വണ്ടികൾക്കാണ് ആ ഒരു സംഭവം ഉള്ളത്. ഇത് ഈ പുതിയ വണ്ടിക്ക് അതില്ല. ഇത് കണ്ടല്ലേ, ഇതൊരു പഴയ ഒരു വാൻ, അതിനുമുണ്ട് ആ വിൻറ്റേജിൻ്റെ ആ ഒരു സെയിം ഐക്കൺ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വിൻറ്റേജ് നമ്പർ പ്ലേറ്റുകൾ അത്തരത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൊള്ളാമല്ലേ സംഭവം? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ടൂറിസ്റ്റുകളെയും കൊണ്ട് ടൂറിനൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, അകത്തൊക്കെ സെറ്റപ്പ് കേട്ടോ. ഇത് കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ടൂറിസ്റ്റുകളെയും കൊണ്ട് വിൻറ്റേജ് വണ്ടികളിൽ ടൂറ് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. അത് കൊള്ളാം കേട്ടോ, അത് വിളിച്ചേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഡിസ്കവർ വാർസോ എന്നും പറഞ്ഞുകൊണ്ട് കുറേ വണ്ടികൾ കുഴപ്പമുണ്ട്. ദേ കിടക്കുന്നു വീണ്ടും കണ്ടെണ്ണം. എനിക്ക് ആ കളറ് നന്നായി അങ്ങ് പോരിച്ചു. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇതിന് മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ നീളമുള്ള ബസ്സാണ്, നമ്മൾ നേരത്തെ കണ്ടതിലും കൂടുതൽ നീളമുള്ള വണ്ടിയാണ്. ഇത് സെറ്റപ്പാട്ടോ, ഇത് കൊള്ളാട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലും ടൂറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ബസ്സിൽ നമുക്കിതുപോലെ പലതരത്തിലുള്ള ടൂർ എടുക്കാം. റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഒന്നുമല്ല. ഇത് സാധാരണ ഓടുന്ന ബസ്സാണ്. ഇത് ഏത് കമ്പനിയുടെ ബസ്സാണെന്ന് എനിക്കറിയില്ല. ഏത് കമ്പനിയുടെ ബസ്സാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്കറിയില്ല ഏതെന്താ സംഭവം എന്നുള്ളത്. ഇത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. സംഭവം കളറല്ലേ, എനിക്ക് ഈ നീലയും അതേപോലെ ഈ കളറും ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് ഓക്കെ. നമ്മുടെ പഴയ ടൂറിസ്റ്റ് ബസ്, ലൈൻ ബസ് പോലെ ഉണ്ട് അല്ലേ, ലൈൻ ബസ് പോലെ ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളി. ഇത് കാണുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ചെറിയ സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ആ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, അതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ 7 അയലത്ത് വരുമോ ആ കെട്ടിടങ്ങൾ? ഇല്ലല്ലോ. എന്ത് ഭംഗിയല്ല. അല്ലെങ്കിൽ ഈ പണ്ടത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഇതൊരു മ്യൂസിയം, പിന്നെ അതിനകത്തൊക്കെ ഓഫീസുകളും യൂണിവേഴ്സിറ്റികളും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. വലിയ തിരക്കും ബഹളമൊന്നുമില്ല, എന്നാലും സംഭവം ഉഷാറാണ്. നമ്മുടെ ഈ ഒരു കെട്ടിടം ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇത് ആക്ച്വലി ഈ കാണുന്ന ഇവിടുത്തെ സെൻട്രൽ സ്ട്രീറ്റിലാണ്. ഈ കാണുന്നത് വാർസോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് യൂറോപ്പിൽ എവിടെ പോയാലും, നമുക്ക് ഏത് നഗരത്തിൽ പോയാലും പഴയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടങ്ങൾ കാണുമ്പോഴത്തേക്കിനും ഇവിടെ അതെല്ലാം പൊളിച്ച് കളഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പുതിയ കെട്ടിടം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കാൻ പോവാണ്. നമുക്ക് ഇനിയിപ്പം ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമുക്ക് അടുത്ത നമ്മളെ സ്ഥലത്തേക്ക് പോകുന്ന ബസ് എന്ന് പറയുന്നത്. ഇത്തവണ ബസ്സിലാണ് നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്നത്. ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് അതൊക്കെ കണ്ടില്ലേ, എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് വൈബ് ഓഫ് യൂറോപ്പാണ് നമുക്കിവിടെ പോളണ്ടിൽ കാണാൻ സാധിച്ചത്. ഇവിടെ പോളണ്ടിൽ റഷ്യയുടെ ഒരു സ്ഥലമാണ് നിങ്ങൾക്കറിയാം. പോളണ്ടിന് മുകളിലായിട്ട് പോളണ്ടിന് റഷ്യയുമായിട്ട് അതിർത്തിയുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു സ്ഥലം ഈ പോളണ്ടിൻ്റെ മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ടുണ്ട്. നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഏരിയ. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ റഷ്യൻ വീസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പോകാൻ പറ്റുള്ളൂ. അത് റഷ്യയുടെ അധിനിവേശത്തിലുള്ള റഷ്യയുടെ സ്ഥലമാണ്. ഇത് റഷ്യയാണ്, അല്ലാതെ അക്വയുടെ സ്ഥലമൊന്നുമല്ല, റഷ്യയാണത്. ആ ഒരു ഏരിയ നമുക്ക് പോളണ്ടിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് ലിത്വാനിയയിലേക്കാണ്. ലിത്വാനിയ എന്ന് പറയുന്നത് നമുക്ക് ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ എന്ന് പറഞ്ഞ 3 രാജ്യങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ മേളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാനിത് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് ട്രെയിൻ വളരെ കുറവായിരിക്കും. അതായത് ട്രെയിൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് ലിത്വാനിയയിലേക്ക് ഒറ്റ ട്രെയിനുള്ളൂ. അത് രാവിലെ 7 മണിക്കാണ്. നമ്മുടെ ടൈമിംഗ് അനുസരിച്ച് അത് മാച്ച് ആവില്ല. അത് മാത്രമല്ല ഒത്തിരി സമയം എടുക്കും ആ ട്രെയിൻ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും ബസ്സാണ്, ഫ്ലെക്സ് ബസ്സാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. 3 മണിക്ക് കയറി കഴിഞ്ഞാൽ 4, 5, 6, 7, 8, 9, 10, 11, 8 മണിക്കൂർ എടുക്കും. രാത്രി 11 മണിക്ക് എത്തുള്ളൂ. ഇത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, എയർപോർട്ടല്ല കേട്ടോ. കാണുമ്പോൾ നമുക്ക് എയർപോർട്ടൊക്കെ പോലെ തോന്നും, പക്ഷേ ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഒരു ആക്സിഡൻറ്റ് നോക്കിയ, വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ച് പൊളിഞ്ഞ്, പിന്നെ 3-4 വണ്ടികൾ തമ്മിൽ എന്തോ ആക്സിഡൻ്റ് ആയെന്ന് തോന്നുന്നു കേട്ടല്ലേ. രണ്ട് കുറേ വണ്ടികൾ അവിടെ കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഏതോ ഒരു പെഡസ്ട്രിയൻ കൊടുത്ത പണിയാണ്. സീബ്ര ക്രോസിൽ നമുക്ക് അവിടെയാണ് വണ്ടി ഇടിച്ചിരിക്കുന്നത്, കണ്ടില്ലേ. അതായത് സിഗ്നലുണ്ട്, പക്ഷെ എന്നാലും തോന്നിയപടി ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറ്റുന്നത്. ഇവർ പഴയ സോവിയറ്റിൻ്റെ ആ ഒരു രീതി ഒന്നും മറന്നിട്ടില്ല കേട്ടോ. ഈ കെട്ടിടങ്ങളിൽ നോക്കി, ആ ഒരു പഴയ സോവിയറ്റ് ശൈലിയിലുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം, ഉണ്ടല്ലേ. ശരിക്കും ആ സോവിയറ്റ് ശൈലി തന്നെ ആണല്ലോ, കാരണം സോവിയറ്റുകാരാണല്ലോ ഇവരെ ഒത്തിരി സഹായിച്ചത് റീബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആര് റെഡി ടു ഗോ ടു ലിത്വാനിയ? യെസ്, ഞാൻ 0 പ്രസ് ചെയ്താലും ലിഫ്റ്റ് താഴേക്ക് പോകുള്ളൂ. യെസ്, ഓക്കെ. അപ്പോൾ ഞാൻ ചെക്കൗട്ട് ചെയ്തു. നമുക്ക് ലിത്വാനിയ പോകാനുള്ള ബസ്സിൽ കയറാൻ പോകാം. ഓക്കെ, ഞാൻ താഴെ ഇറങ്ങി വന്ന് ചെക്കൗട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി ഇവിടുന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോകാനായിട്ട് ഞാൻ ട്രാം എടുക്കണമെങ്കിൽ കുറേ നടക്കണം. അപ്പം ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തു. ബോൾട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ, സോ ക്യാബ് വിൽ കം നൗ. ഇവിടെ പുറകിലിരിക്കുമ്പോഴും സീറ്റ് ബെൽറ്റൊക്കെ ഇടണം കേട്ടോ. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടാലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇവിടുത്തെ വാർസോയിലെ ബസ് സ്റ്റാൻഡാണിത്. ഒരു ബസ് പോലും കാണുന്നില്ല. ആ ബസ് സ്റ്റാൻഡിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇതിൽ അകത്തോട്ട് പോകണമെന്ന് തോന്നുന്നു ബസ് കയറാനായിട്ട്. എന്തൊക്കെയാണോ സെറ്റപ്പ്, പോയി നോക്കട്ടെ. ഇത് ആക്ച്വലി ട്രെയിൻ സ്റ്റേഷനാണ്, പക്ഷേ ഇതിൻ്റെ ബസ് വരുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതാണ് എൻ്റെ അടുത്ത ചലഞ്ച്. ബസ് സ്റ്റാൻഡ് എവിടെയാണ്? ഞാൻ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് മക്ഡൊണാൾഡ്സ് ആണല്ലോ. ഈ മക്ഡൊണാൾഡ്സ് ശരിക്കും ഒരു സംഭവമല്ലേ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നല്ലേ ഫുഡ് കിട്ടുന്നതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ബസ് 3 മണിക്കല്ലേ, അപ്പോൾ എന്തായാലും ലഞ്ചിന് നിർത്തില്ല, അവർ ഡിന്നറിനെ നിർത്തുള്ളൂ. ഫുഡ് കഴിച്ചിറങ്ങി. ഈ നോർത്തേൺ യൂറോപ്പ് ഭാഗങ്ങളിലേക്ക് ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ട്രെയിൻസിൻ്റെ എണ്ണം കുറവാണ്. ഫാസ്റ്റ് ട്രെയിൻസ് ഒന്നും വന്നിട്ടില്ല. കുറേ ടൈം ട്രെയിനിനെടുക്കും. നമ്മൾ ബസ്സിൽ പോകുന്നതിലും ഡബിൾ ടൈമൊക്കെ ട്രെയിനെടുക്കും. അതുകൊണ്ടാണ് ആക്ച്വലി എനിക്കിപ്പം ബസ് എടുക്കേണ്ടി വന്നത്. ഇവിടെ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ. ഞാനേ പോയ രാജ്യങ്ങളിൽ വീണ്ടും പോകാൻ അവസരം കിട്ടിയാൽ ഏറ്റവും ലാസ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമായിരിക്കും പോളണ്ട് എന്ന് പറയുന്നത്. ലൈക്ക് ഇവിടെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാനായിട്ട് വരാം, അത് വൺസ് ഇൻ എ ലൈഫ് ടൈം കാണാം. അതിലുപരിയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ജസ്റ്റ് എ നോർമൽ കൺട്രി, ദെയർ ഈസ് നത്തിങ് മച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് പല രീതിയിൽ പല കാര്യങ്ങളുണ്ടല്ലോ. ആസ് എ ടൂറിസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ലൈക്ക് ഇനി വരാനായിട്ട്. ഇതാണെന്ന് തോന്നുന്നു ബസ് സ്റ്റാൻഡ്. അയാൾ എന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് കൊണ്ടുവിട്ടത്, ആ ടാക്സിക്കാരൻ. ബസ് സ്റ്റാൻഡിനകത്തേക്ക് വന്നപ്പോഴത്തേക്കിന് ഇവിടെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ടോ. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ബസ് പ്ലാറ്റ്ഫോം 2 വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനെല്ലാം ഒരേ സ്ഥലത്താണ്. ഫ്ലിക്സ് ബസ്സിൻ്റെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ ഏതെങ്കിലും ബസ്സായിരിക്കും. ഓരോ പ്ലാറ്റ്ഫോമിൽ ഓരോ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ബസ് ഇതുവരെ വന്നിട്ടില്ല. ബസ് എവിടെ മക്കളെ? ബസ് എവിടെ? വേർ ഇസ് ദ ബസ്? ഇതാണോ നമ്മുടെ ബസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതാണോ എന്നുള്ളത്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഗ്രോചെക്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, എൻ്റെ ബസ് എവിടെ? എൻ്റെ ബസ് കാണുന്നില്ലല്ലോ. ആ ബസ് അല്ല, 8ാം പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് പറഞ്ഞ് ഒരു ഫ്ലിക്സ് ബസ് വന്നല്ലോ വില്നിയസ്. ഈ ആൾക്കാരെല്ലാവരും ഇവിടെ വില്നിയസ് പോകാൻ വേണ്ടി നിൽക്കുന്നവരാ? അത് ശരി, ഓക്കെ, കൊള്ളാം. എന്തായാലും ഫ്ലിക്സ് ബസ്സിൻ്റെ പച്ച ബസ് ടു വില്നിയസ്. ബസ്സിനകത്ത് നമ്മൾ ബാഗ് കൊണ്ട് വെച്ചു. യെസ്, അവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. 2 പേര് മാത്രമേ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയുള്ളൂ. ബസ്സിൽ ഓൾറെഡി കുറച്ച് പേര് ആൾക്കാർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വേറെ അവിടെ നിന്ന് വരുന്ന ബസ്സാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വില്നിയസിലേക്ക് യാത്രയാവുന്നു. ലിത്വാനിയ എന്ന് പറയുന്ന അടുത്ത രാജ്യമാണ് വില്നിയസ്. അവിടേക്കാണ് ഞാൻ പോകുന്നത്. പാസ്പോർട്ടൊക്കെ ചോദിച്ചിട്ട് കാണിച്ചിട്ടാണ് ഞാൻ ബസ്സിൽ കയറിയത്. ഞാൻ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് ഉറങ്ങി. ഇപ്പോൾ എവിടെയോ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഒരു ബസ് സ്റ്റാൻഡിൽ. ബസ്സിൽ തന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, സോ മൂത്രം ഒഴിക്കാനൊക്കെ എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാം ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും മുമ്പിലാട്ടോ, തൊട്ട് മുമ്പിലാണ്. അത് ഭയങ്കര കൺവീനിയൻ്റാണ്. സമയം രാത്രി 10:15 ഉയർത്തി വരെ എവിടെയും നിർത്തിയിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഭക്ഷണം കഴിക്കാൻ പോലും നിർത്തിയിട്ടില്ല. പുറത്ത് 2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വില്നിയസ് എത്തി. രാത്രി 11 മണിയായിട്ടോ. ഇതെന്താ സംഭവം അറിയോ? ഇത് 1 മണിക്കൂർ മുന്നിലാണ്. ഈ രാജ്യത്ത് വേറെ ടൈം സോണാണ്. അപ്പോൾ നമ്മളൊരു മണിക്കൂർ മുന്നിലേക്കാണ് വന്നിരിക്കുന്നത്. ശരിക്കും പോളണ്ടിൽ ഇപ്പോൾ 10 മണിയായതേ ഉള്ളൂ. ഇവിടെ 11 മണിയായി. അതാണ്. അപ്പോൾ അല്ലെങ്കിൽ മൊത്തം 7 മണിക്കൂർ യാത്ര ഉള്ളപ്പോൾ
അങ്ങനെ എത്തി മക്കളെ. ഇവർ ഈ എമർജൻസി എക്സിറ്റ് വഴിയാണ് എല്ലാവരെയും പുറത്തിറക്കുന്നത്, അകത്തോട്ട് കയറ്റുന്നൊക്കെ. അപ്പോൾ ഗുഡ് ബൈ ഫ്ലിക്സ് ബസ്. മേഴ്സസ് ബെൻസിൻ്റെ വണ്ടിയായിരുന്നു, നല്ല അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ. നല്ല കിഡിലൻ യാത്രയും. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് വന്നത്. ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്ത്. രാത്രിയായപ്പോഴത്തേക്കിനും ബസ് സ്റ്റാൻഡൊക്കെ കാലിയായി കേട്ടോ. ഇവിടെ ആൾക്കാർ റഷ്യൻ ഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. എല്ലാം അടച്ചു, ഫുഡ് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സംഭവം എന്നറിയോ, ഇവന്മാർ വൈകിട്ട് വരുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റൊന്നും ഒരുത്തും വണ്ടി നിർത്തിയില്ലെന്നേ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഇത് കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. പിന്നെ മുമ്പിൽ കാണുന്നത് അതാണ് റെയിൽവേ സ്റ്റേഷൻ. ആ കാണുന്നത് ഇതൊരു ഹോട്ടലാണ്. ഞാൻ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നും രാത്രി മിക്കവാറും ഞാൻ മാക്ഡൊണാൾഡ്സ് കഴിക്കേണ്ടി വരും. ഇവിടെ എല്ലാം മറ്റേ ബോൾട്ടിൻ്റെ മറ്റേ വണ്ടിയുണ്ട്, ഈ ബൈക്ക്. ഇതെടുത്തിട്ട് നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ. പക്ഷേ തണുപ്പത്ത് ഒടുക്കത്തെ തണുപ്പാണ് ഇവിടെ. ഈ തണുപ്പത്ത് എന്നാ ചെയ്യുമോ എന്നുള്ളതാണ് ആകെയുള്ളൊരു പ്രശ്നം. നല്ല വൃത്തിയുള്ള സിറ്റി. മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കാം. ഫുള്ള് മഴയായിരുന്നു. ഇവിടെ ഹോസ്റ്റൽസ് ലോഫ്റ്റിൻ. ഇതാണ് എൻ്റെ ഹോട്ടൽ. റിസപ്ഷൻ താഴെയായിരുന്നു. ഇവിടെ മേളിൽ റിസപ്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ ആരുമില്ല. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീയും സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇത് വെച്ചിട്ട് വേണം, കീ അല്ല, ഈ കോഡ് വെച്ചിട്ട് വേണം എനിക്ക് റൂമിലേക്ക് കയറാനായിട്ട്. സെറ്റപ്പ് കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. നമ്പറിലൊക്കെ വെച്ചാണ് ഇവിടെ റൂം തുറക്കുന്നത്. അടിപൊളി സെറ്റപ്പാണ്, നല്ല റൂമല്ലേ. ഇത് കൊള്ളാം. എനിക്കിത് 40 യൂറോ ആണ്, അല്ല 39 യൂറോ ആണ് എനിക്കിതിന് ഒരു ദിവസത്തേക്കായത്. നല്ല റൂം. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം. ഡിന്നർ എന്താണെന്ന് വെച്ചാൽ കഴിക്കണം. പോയിട്ട് വിശന്നിട്ട് കഴിയാം. ഞാൻ പോയി ഡിന്നർ കഴിച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങണം. സോ സീ യു ഗൈസ് ടുമോറോ. നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ ലിത്വാനിയ എന്ന് പറയുന്നത് നമ്മളെ പുതിയ രാജ്യത്ത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, മനസ്സിലായോ? ലിത്വാനിയ എന്ന് പറഞ്ഞ രാജ്യത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലിത്വാനിയയുടെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ബൈ.